Good morning. Namaskaram. Yes. Please. Good morning, Madhu. Please. Good morning. How are you? Yeah. Fine. ശരിക്കും എന്താണ് മാധവ സംഭവിച്ചത്? അപർണയുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? രാത്രിയായപ്പോ എനിക്കൊരു നെഞ്ചുവേദനയും പരവേശം. പിള്ളച്ചേട്ടനാണെങ്കിൽ നല്ല ഉറക്കം. വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. മാധവൻ 2 അസിസ്റ്റൻസ് ഉണ്ടല്ലോ, അവരെ വിളിച്ചില്ലേ? വിളിച്ചു, അവന്മാര് ഭയങ്കര ഉറക്കം. അതും നേരാ. മാധവൻ പറയട്ടെ. ആദ്യം ഇത്തിരി വെള്ളം കുടിച്ചു നോക്കി, പിന്നെ ഗ്യാസിന്റെ ഗുളി കഴിച്ചു. ഒരു രക്ഷയില്ല. അപ്പോഴാണ് അപർണ ഡോക്ടർ അടുത്തുണ്ടല്ലോ എന്ന് ഓർത്തത്. ഫോണാണെങ്കിൽ പിള്ളച്ചേട്ടന്റെ മുറിയിലും. നേരാ. ഞാൻ നേരെ ഡോക്ടറെ വീട്ടിലേക്ക് ഓടി. വാച്ച്മാൻ പക്ഷേ മാധവൻ കയറി പോകുന്നത് കണ്ടില്ലല്ലോ. ഞാനും അയാളെ കണ്ടില്ല. ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ചിലപ്പോ മൂത്രം ഒഴിക്കാനോ മറ്റോ പോയിട്ടുണ്ടാവും. പക്ഷെ ചങ്കുവേദന എടുക്കുന്നവന് മൂത്രം ഒഴിക്കാൻ പോയും തിരിച്ചു വരുന്നവർ നോക്കി വയ്ക്കാൻ പറ്റുമോ? മാധവൻ മതിലടി, പടിഞ്ഞാറ് ദിവസത്തെ മതില്. എന്നാലും എന്റെ മാധവ, അതൊരു വലിയ റിസ്ക് ആയി പോയി. 10 അടി ഉയരമുള്ള മതിലല്ലേ? എന്നിട്ട് ഞാൻ കോളിംഗ് ബെല്ലിലേക്ക് വിരൽ കൊണ്ടുപോയി. തലയ്ക്കൊരു മിന്നൽ, പിന്നൊന്നും ഓർമ്മയില്ല. പുറത്ത് വലിയൊരു നിലവിളി കേട്ടാ ഞാൻ വാതില് തുറന്നത്. ഞെട്ടിപ്പോയി. ബോധം കെട്ടി കിടക്കുക മാധവൻ. ഞാൻ അപ്പൊ തന്നെ ആംബുലൻസ് വിളിച്ചു. 4 സ്റ്റിച്ചായിട്ടത്. വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും. എന്റെ സംശയം അതല്ല, ആരെങ്കിലും പിന്നിൽ നിന്ന് ആക്രമിച്ചതാണോ? പോസിബിൾ. അയ്യോ, ആരാക്രമിക്കാൻ? എനിക്കതിന് ശത്രുക്കളൊന്നും ഇല്ലല്ലോ. പക്ഷേ എനിക്ക് ശത്രുക്കളുണ്ടല്ലോ. ക്യാപ്റ്റൻ, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ചന്ദ്രബാബുന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ മാധവനാ അയാളെ ഓടിച്ചു വിട്ടത്. ഓ, ചന്ദ്രബാബു ഒരു പേടിത്തൊണ്ടനാ, മറഞ്ഞിരുന്ന് അടിക്കാൻ പോലും. ഇനി വല്ല ബ്രെയിൻ ട്യൂമറുമാണോ? ചലനം അപസ്മാരത്തിന്റെ ലക്ഷണവും ഇതൊക്കെ തന്നെയല്ലേ? മാധവന് എപ്പിലെപ്സിയുടെ ഹിസ്റ്ററി ഉണ്ടോ? ഫാമിലിയിൽ ആർക്കെങ്കിലും? ഇല്ല, ആർക്കും ഇല്ല. ഒരു തലവേദന പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് അതൊന്നും ആവണമെന്നില്ല. ജസ്റ്റ് പ്രഷർ ഡിപ്പ്. മാധവൻ, ഡോണ്ട് ബി അപ്സെറ്റ്. യു ആർ ഇൻ സേഫ് ഹാൻഡ്സ്. അതെ, മെഡിക്കൽ സയൻസ് ഈസ് ഫാസ്റ്റ് ഇംപ്രൂവിംഗ്. എത്രയോ പുതിയ മരുന്നുകളാണ് കണ്ടുപിടിക്കുന്നത്. അല്ല മാധവ, ആ ക്യാപ്റ്റൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ്? പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാമെന്ന്. അപ്പൊ നിന്റെ അസുഖം എന്താ? മരുന്നില്ലാത്ത മാറാരോഗം. നിനക്ക് നീ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ചുഴലിയാണെന്നല്ലേ പറഞ്ഞത്? ചുഴലി തന്റെ തന്തയ്ക്ക്. അയ്യേ ചേച്ചേ. നീ എത്തിയോ? വേണു വന്നിട്ടുണ്ട്. വന്നിട്ട് കുറെ നേരായി. കേസിന്റെ കാര്യം ഓർത്തിട്ട് അവന് ഒരു സമാധാനവും ഇല്ല. വേണുട്ടാ, മണി 4 കഴിഞ്ഞു. മോനെ വിളിക്കണം. ഡ്രൈവർ ഇന്ന് ലീവാ. പതിവില്ലാത്തൊക്കെ തുടങ്ങാനും മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? കേസിന്റെ വിധി നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ലേ വരൂ? അതെ, എല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ. അപർണയും ഞാനും തമ്മിലുള്ള ബന്ധം നിയമപരമായി അവസാനിക്കുന്നു. ഞാൻ അരുണിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അരുണ് വേണുവേട്ടൻ എന്ന് പറഞ്ഞ ജീവനാ. കോടതി വിധിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ ഇല്ലാണ്ടാവണ ബന്ധം അത്. അരുൺ ചെറിയ പ്രായമാണ്, ക്യാരക്ടർ രൂപപ്പെടുന്ന പ്രായം. അവൾ ആ കൊച്ചിനെ നശിപ്പിക്കും. അവൾ പ്രസവിച്ചൊന്നേ ഉള്ളൂ. ഈ കയ്യിലും നെഞ്ചിലും കിടത്തിയ ഞാൻ അവനെ അപർണയുടെ കൂടി താമസിച്ച അരുണിനെ മറക്കും, വെറുക്കും. അതിനുള്ള പണിയൊക്കെ അവൾക്കറിയാം. അവനെ അപർണയുമായി പങ്കുവയ്ക്കുന്ന എനിക്കിഷ്ടമല്ല. പങ്കുവയ്ക്കാതെ നിവൃത്തിയില്ല. ഇല്ലെങ്കിൽ അവളില്ലാതാകണം. വേണുവേട്ടൻ എന്താ ഈ പറയുന്നേ? ഞാൻ എന്തെങ്കിലും കടുംകൈ ചെയ്തു പോയാ അരുണിന് നീ ഉണ്ടാവണം.
ഇത്ര ദിവസം അപ്പൊ ഇതെന്താ എന്നോട് പറയാതിരുന്നത്? പിരിയേണ്ടി വരുന്നില്ലല്ലോ കുട്ട. കുറച്ചു കാലത്തേക്ക് യു അഡ്ജസ്റ്റ് ചെയ്യും വിത്ത് മാം. നമുക്കിന്നും കാണാമല്ലോ, സ്കൂളിൽ പോകുമ്പോ വരുമ്പോ. വി കൻ സ്റ്റിൽ യു ആർ സ്റ്റേയിങ് വിത്ത് മീ. മമ്മ ഇതൊക്കെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അപ്പയ്ക്കും അറിയാം ഇതൊന്നും നടക്കില്ലെന്ന്. എന്നിട്ടും യു ആർ ജസ്റ്റ് ഡ്രീമിങ്. എനിക്ക് നിങ്ങൾ രണ്ടാളെ ഇഷ്ടമാണ്. നമ്മൾ 3 പേരും മാത്രമുള്ള ഒരു ഹാപ്പി ഫാമിലി. അങ്ങനെയൊന്ന് ഇനി ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് അപ്പാടെ കൂടെ ജീവിച്ചാൽ മതി. മമ്മ എന്നെ കൊണ്ടുപോയാ പിന്നെ ഒരിക്കലും എന്നെ അപ്പയെ കാണില്ല. അപ്പ ഹെൽപ്ലെസ് ആണ് മോനെ. എങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. ഷുവർ, ഞാൻ പോവും. അരുൺ മോനെ. This court convinced that the counter petitioner, Dr. Aparna Nair, is deliberately absenting from the court. So the petition for granting the divorce is allowed as prayed for in the petition filed by Dr. Venugopal, ex parte. എക്സ് പാർട്ടി വിധേയതുകൊണ്ടാണ് ഞങ്ങൾ അകത്തേക്ക് വരാറുന്നത്. അത് മര്യാദയല്ലല്ലോ. അങ്ങനെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാവണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ശത്രുക്കളല്ല. ഓക്കെ ദെൻ ഐ എം ലീവിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവുമല്ലോ. പ്ലീസ്. നമുക്കിടയിൽ ഇനി സുഹൃത്ത് ബന്ധമില്ല. ബട്ട് അരുൺ, അങ്ങനെ ഒരു കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ട് പരസ്പരം ശത്രുക്കളാവാനും കഴിയില്ല. വേണുവിന് എന്നെ സംശയം ഉണ്ടാവും അരുണിനെ ഞാൻ പൂർണ്ണമായി അകറ്റിക്കളയുമെന്ന്. നോ, അബ്സല്യൂട്ട്ലി നോ. എന്റെ മകന്റെ പേഴ്സണാലിറ്റി ദ റൈറ്റ് വേയിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവൻ അപ്പായും വേണം, മമ്മായും വേണം. ഞാൻ ഒരിക്കലും അവനെ അപ്പായിൽ നിന്ന് അകറ്റില്ല. പ്രോമിസ്. യുവർ ഹാൻഡ് ഈസ് ഷിവറിംഗ്. ആർ യു ഓൾ റൈറ്റ്? ഐ ആം ഓൾ റൈറ്റ്. ഒരു പനി പോലെ. ടേക്ക് കെയർ. ആ, അരുണിനെ ഞാൻ കൊണ്ടുപോകും ഇന്ന് തന്നെ. ആ